ഗായ്സ്, അപ്പം നമുക്കിന്ന് റോക്കിയുടെ ഫുഡ് അൺബോക്സ് ചെയ്യേ. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രൂളിൻ്റെ വേറൊരു ഫ്ലേവറുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, റൈസും ചിക്കനും ഫ്ലേവറുള്ളത്. പിന്നെ നമ്മൾ പെഡിഗ്രി മേടിച്ചത്. ഇപ്പം നമ്മൾ മേടിച്ചിട്ടുള്ളത് ഡ്രൂൾസിൻ്റെ ചിക്കനും എഗ്ഗും ഫ്ലേവർ വരുന്നതാണ്. കാരണം അവൻ്റെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ സെയിം ഫ്ലേവർ തന്നെ, സെയിം സാധനം തന്നെ മേടിച്ചാൽ കൈക്കൂലിയെന്ന് മേടിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും മാറ്റി മേടിക്കുന്നത്. ഇപ്പം 4.2 കിലോഗ്രാമാണ് മേടിച്ചിട്ടുള്ളത്. അതായത് മേടിച്ചിട്ട് കുറേ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇനിയും വേണ്ടിക്ക് പിന്നെ മേടിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ്. കാരണം ഇവൻ്റെ ഫുഡ് ഇവൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് കഴിക്കുക. നമ്മളെ ഫുഡിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ഇവൻ്റെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല. കുറേ സമയമൊക്കെ ഇവൻ്റെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ നല്ലോണം വിശക്കുമ്പോൾ അങ്ങനെ എടുത്തിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കിയാട്ടെ, ഓടി വന്നിരുന്നിട്ട് കഴിക്കുന്നതുണ്ടോ. അപ്പം ഇപ്പോൾ ഇവന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ ആയിക്കോട്ടെ മീനായിക്കോട്ടെ നമ്മൾ ഉപ്പിടാതെ രീതിയിൽ പുഴുങ്ങിയിട്ട് കൊടുക്കുക ചെയ്യുക, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട്. അപ്പം അതവന് ഇഷ്ടമല്ല. കാരണം അവന് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വന്നിരിക്കുമ്പോൾ നമ്മൾ ഇച്ചിരിയൊക്കെ അവന് കൊടുക്കും. കാരണം നമ്മൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്ത് ഈ ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞിട്ടും ഈ മസാല ഫ്ലേവറൊക്കെ അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് അവന് അതിനോട് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധിച്ച് വായിലൊക്കെ കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കുകയെ. അത് നമ്മളെ മിസ്റ്റേക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് അവൻ അറിയാൻ പാടില്ലേനു. അവൻ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നേ അറിയില്ലെങ്കിൽ അവൻ്റെ ഫുഡ് അവൻ നല്ലോണം കഴിക്കുമായിരുന്നു. അപ്പം ബൈ.